എവിടെയെങ്കിലും പോയി ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കാം. നമ്മുടെ ഇല്ലായ്മകളുമായിട്ട് നമുക്ക് അവിടെ കഴിയാന്നേ. എന്താ ഇപ്പം അങ്ങനൊരു തീരുമാനം എടുക്കാൻ? പ്രിയങ്ക പറഞ്ഞത് താനും കേട്ടല്ലേ? ഇവിടെ ആരംഭിച്ചത് ഇനി പുറത്തേക്ക് ഒഴുകും, നാട് മുഴുവൻ പരക്കും. അത് വേണ്ടടോ. വരുൺ എന്താ ഈ പറയുന്നത്? അവരല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അച്ഛനും അമ്മയല്ലേ. എടോ, നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. ശത്രുക്കൾക്ക് മുമ്പിൽ പോലും തല കുനിച്ച് നിൽക്കേണ്ട സമയമാണ്. പക്ഷേ പ്രിയങ്കയുടെയും മുത്തശ്ശിയുടെയും കാര്യത്തിൽ എനിക്കത് പറ്റില്ല. അവരെന്നെ നാണം കെടുത്തുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട വിട്ട് ഞാൻ തങ്ങുന്നത് ശരിയല്ല. താൻ നിർബന്ധം പിടിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ താനിവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കേ. എനിക്ക് മാറി താമസിക്കാൻ പറ്റില്ല. എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? വരുണിനെ പിരിഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നോക്ക്, ഇപ്പൊ അവര് കയറി വന്നതിന്റെ ഉദ്ദേശം എന്താ? വരുൺ അവർ പറയുന്നത് കേട്ട് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചാൽ അവര് വീണ്ടും ജയിക്കുമല്ലേ? ജയിച്ചോട്ടെ. അവർക്ക് രണ്ടുപേർക്കും അവകാശമുള്ള പ്രോപ്പർട്ടിയിൽ ഒരു യാചകനെ പോലെ ഞാൻ... ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങനെ വരുൺ പറഞ്ഞാൽ അത് അച്ഛനെയും ചേർത്താ. വരുൺ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആരാ? അച്ഛനാ. അച്ഛനോട് ഞാൻ സംസാരിക്കാം. എടോ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഞാനിപ്പോ വരാം. അച്ഛനോട് ഞാൻ സംസാരിക്കട്ടെ. അച്ഛനെന്തായി? എല്ലാവരും ഒക്കെ പോയി മോളെ. അവരോട് പോയിക്കോളാൻ ഞാനാ പറഞ്ഞത്. അവരുടെ വരവും പ്രശ്നങ്ങളും കാരണം എല്ലാവരും ഒന്നും മുഷിഞ്ഞതല്ലേ മോളെ. അതാ അവരെ പറഞ്ഞു വിട്ടത്. അവരെല്ലാവരും നാളെ കൃത്യമായിട്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ അമ്മ. ഗൗരവമുള്ള വേറൊരു കാര്യമുണ്ട്. എന്താ മോളെ? അത് വരണ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞ് നിക്ക. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അച്ഛനൊന്ന് വന്ന് സംസാരിക്കോ? വാ അമ്മേ. വാ മോനെ. രാധിക എന്തൊക്കെ പറഞ്ഞല്ലോ, എന്താ അത്? അച്ഛാ, ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാൻ അവകാശമുള്ളവരാ പ്രിയങ്കയും മുത്തശ്ശിയും. ഈ വീടിനെ കുറിച്ച് അവർ പറയുന്ന അവകാശം എനിക്കില്ല. അവർ പറഞ്ഞതുപോലെ നല്ല അർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ വിരുന്നുകാരനാ, മോശം അർത്ഥത്തിൽ തെണ്ടിക്കയറി വന്നവനാ. ഭ്രാന്ത അവർക്ക്. അവര് പറയുന്നതും കേട്ടാണോ മോൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശിയും പ്രിയങ്കയും പറഞ്ഞെന്താ? ഈ നാട്ടിൽ നിയമം ഉണ്ടോന്ന് നോക്കട്ടെ, നീതി ഉണ്ടോന്ന് നോക്കട്ടെ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവർ പോലീസിൽ പോകുന്നല്ലേ? തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ താമസിക്കുന്നു പറഞ്ഞ് അവർ പോലീസുകാരെ കൂട്ടിക്കൊണ്ട് വന്നാലോ? ഇറക്കി വിട്ടില്ല എന്നെ. കണിമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ നെഞ്ച് നീറ്റുന്നുണ്ട്. ഇനി ഇവിടെ കൂടി അത് ആവർത്തിച്ചാൽ അതിനുശേഷം എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അവരിനി തിരിച്ചു വരാൻ പോകുന്നില്ല. മോനോട് സംസാരിക്കാനും പോകുന്നില്ല. ആ ഉറപ്പ് അച്ഛൻ തരാം. ഒരു വാക്കുപോലും മോന്റെ നേരെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നോ മുത്തശ്ശിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. ഇല്ല അച്ഛാ. അച്ഛാ, എനിക്കിപ്പം തീരുമാനം മാറ്റാൻ പറ്റില്ല. രാധുകൂടി വേണമെങ്കിൽ ഇവിടെ നിന്നോളം ഞാൻ പറഞ്ഞു. എപ്പോഴാണെങ്കിൽ ഈ മ്യൂസിക് ക്ലാസ്സും കാറ്ററിങ്ങും ഒക്കെ ഒറ്റയടിക്ക് അവസാനിപ്പിച്ച് ഇയാൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ലല്ലോ. അതാവുമ്പോൾ അവരാഗ്രഹിച്ച് നടന്നു എന്ന് അവർ കരുതും. നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല.